ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ടിരിക്കുന്നത്. പിന്നെ കുറേ ആയല്ലേ ഒരു വീഡിയോയും ചെയ്യാത്തത്. കാരണം വെച്ചാൽ ഞാൻ റെസിപ്പി വീഡിയോ ആണെങ്കിലും ഡേ ഇൻ മൈ ലൈഫ് ആണെങ്കിലും വ്ലോഗാണെങ്കിലും ഒന്നും ഷൂട്ട് ചെയ്യാത്ത ഒരുപാട് എനിക്കൊന്ന് ഒരു 10-15 ദിവസം തന്നെ ആയിട്ടുണ്ടാവും ഒന്നും അപ്ലോഡ് ചെയ്യാത്തത്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ രാവിലെ തന്നെ ഫോണെല്ലാം എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്താണ് വീഡിയോ ഇടാത്തത്, എന്ത് പറ്റിയെന്നില്ലേനെല്ലാം പറയാം കേട്ടോ. അതിനു മുമ്പ് എൻ്റെ ചാനലിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ എന്തായിട്ടൊന്ന് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഒന്ന് കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ രാവിലെ തന്നെ വീഡിയോ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. രാവിലെ തന്നെ ഞാൻ എണീച്ചിട്ട് കുറച്ച് സമയം വർക്കൗട്ട് ചെയ്യും കേട്ടോ. കാരണം വെച്ചാൽ ഹെൽത്ത് നമ്മൾ എപ്പോഴും നോക്കണമല്ലോ. അതുകൊണ്ട് ഒരു കുറേ സമയമൊന്നുമില്ല, ഒരു 10-20 മിനിറ്റ് എങ്ങനെയെങ്കിലും കുറച്ച് സമയം ഒന്ന് വർക്കൗട്ട് ചെയ്യും. അങ്ങനെ ഇതാ വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം വെള്ളം കുടിക്കുന്നുണ്ട്. വെള്ളം മെയിനാണ്. അപ്പം കുറച്ച് വെള്ളം കുടിച്ചതിന് ശേഷം ഇതാ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കിച്ചണിൽ വന്നിട്ട് ഫസ്റ്റ് തന്നെ വെച്ചാൽ ഞാനൊരു ഡ്രിങ്ക് ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ ചായ അധികം കുടിക്കരുത് എന്നാണ് കേട്ടോ പറയുന്നേക്കാം. അപ്പോൾ ചായക്ക് പകരം ഞാനൊരു ഡ്രിങ്കാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിൻ്റെ റെസിപ്പി ഞാൻ കാണിക്കുന്നുണ്ട്. ഇത് ഞാനൊരു യൂട്യൂബിൽ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയിട്ട് കുടിച്ചിട്ടുള്ള ഒരു ഡ്രിങ്കും കൂടിയാണ് കേട്ടോ. കുടിക്കാൻ തുടങ്ങിയിട്ട് ആകെ 2-3 ദിവസമേ ആയിട്ടുള്ളൂ. അപ്പം ഇതെന്ന് വെച്ചാൽ നമ്മുടെ വയറ് കുറയാൻ, മെയിനായിട്ട് വയറ് കുറയാൻ വേണ്ടിയിട്ടില്ല, ചാടി നിൽക്കുന്ന വയറെല്ലാം ഇല്ലേ, അത് കുറയാൻ വേണ്ടിയിട്ടുള്ളൊരു സീക്രട്ട് ഡ്രിങ്കാണ് കേട്ടോ. അപ്പം ഞാനൊരു യൂട്യൂബറെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കുന്നതാണ്. ആദ്യം തന്നെ ഇതാ കുറച്ച് ഒരു അരക്കപ്പോളം വെള്ളം ഞാൻ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് തിളച്ച് വരുമ്പം അതിലേക്ക് 2-3 ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാനുണ്ട്. ഫസ്റ്റ് തന്നെ വേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതൊരു ടീസ്പൂണോളം വേണം. പിന്നെ ഒരു ചെറിയൊരു ഇഞ്ചിൻ്റെ പീസ് വേണം, തൊലിയെല്ലാം കളഞ്ഞിട്ട് എടുക്കുക. പിന്നെ ഒരു ചെറുനാരങ്ങ, ചെറിയ ചെറുനാരങ്ങ ആണെങ്കിൽ അതിൻ്റെ പകുതിയോളം മതി കേട്ടോ. ഇനി വലുതാണെങ്കിൽ അതിൻ്റെയും പകുതി മതി. അപ്പോൾ ഇതാ ഇഞ്ചി ഞാൻ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ ഒരു ടീസ്പൂണോളം ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ കേട്ടോ. നന്നായിട്ട് തിളച്ചിട്ട് അതിൻ്റെ കളറെല്ലാം ചേഞ്ചായി വരുമ്പോഴാണ് നമ്മളിത് തീ ഓഫ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ ചെറുനാരങ്ങ കൂടി ഇട്ട് കൊടുക്കുക. ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അത് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇത് നന്നായിട്ട് തിളച്ച് അതിൻ്റെ കളറെല്ലാം ജസ്റ്റ് ഒന്ന് ചേഞ്ചായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് കളറെല്ലാം ചേഞ്ചായി വന്നിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമുക്കൊന്ന് ഫ്രഷ് ആയിട്ട് വരാം. അങ്ങനെ ഇതാ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം വീണ്ടും കിച്ചണിലോട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡ്രിങ്ക് കുടിക്കാം. അതിന് മുമ്പ് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് അരിച്ചിട്ടെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് അരിച്ചിട്ടെടുക്കാം. പിന്നെ വെച്ചാൽ ഡയറ്റിംഗ് എല്ലാം ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഡയറ്റിങ് ചെയ്യുന്നവർക്കെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ ഇത്. ഗ്രീൻ ടീക്ക് പകരം ഈ ഒരു ഡ്രിങ്ക് കുടിച്ചാലും മതി. ഇനി ഇതിലേക്ക് ഇതാ 1 ടീസ്പൂണോളം തേൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അപ്പം തേന് ഇല്ലാണ്ട് നമുക്കിത് കുടിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. കാരണം ഭയങ്കര ഒരു കയ്പ്പായിരിക്കും, എന്തോ ഒരു വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഈ ഡ്രിങ്കിന്. അതുകൊണ്ട് മധുരത്തിന് നമുക്ക് പഞ്ചസാര യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് മധുരത്തിന് കുറച്ച് തേന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് മാത്രം മതി കേട്ടോ. മഞ്ഞൾപ്പൊടി ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല നാടൻ മഞ്ഞൾപ്പൊടി ആണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഒന്ന് കുടിക്കാം കേട്ടോ. പിന്നെ വെച്ചാൽ ഈ ഡ്രിങ്ക് കുടിക്കുന്നത് രാവിലെ വെറും വയറ്റിൽ വേണം കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ തന്നെ എണീച്ച പാടും ചായക്ക് പകരം ഈ ഒരു ഡ്രിങ്ക് കുടിച്ചാൽ മതി. ഇത് നല്ല കൂളായിട്ട് കുടിക്കാൻ വേണ്ടി പറ്റുമോയെന്നൊന്നും അറിയില്ല കേട്ടോ. കാരണം ഒരു ഇഞ്ചിൻ്റെയും ചെറുനാരങ്ങൻ്റെ ഒരു ചെറിയൊരു ടേസ്റ്റും ചൊവയിലാണ്. അപ്പം നല്ല ഈസിയിലൊന്നും കുടിക്കാൻ വേണ്ടി പറ്റില്ല. പിന്നെ 2 ദിവസം കഴിയുമ്പം ശരിയായിക്കോളും. പിന്നെ വെച്ചാൽ ഈ ഒരു ഡ്രിങ്ക് എന്ന് വെച്ചാൽ വയറ് കുറയാൻ വേണ്ടി മാത്രമല്ല കേട്ടോ. ഗ്യാസ് പ്രോബ്ലംസ് ഉള്ളവർക്കും നല്ല അടിപൊളി ഡ്രിങ്കാണെന്ന് പറയുന്നേക്കലുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം. 1-2 ആഴ്ച എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് ഞാൻ പറയാം കേട്ടോ. അങ്ങനെ ഇതാ ഡ്രിങ്കെല്ലാം കുടിച്ച് കുറച്ച് സമയം ഫോൺ നോക്കിയിട്ട് ഇരുന്നതിന് ശേഷം ഇതാ മോന് എണീച്ചിട്ടുണ്ട് കേട്ടോ. ടൈം ഒരു 8 മണി കഴിഞ്ഞിട്ട് 8:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഈ സമയത്ത് മോന് എണീച്ചിട്ടുണ്ട്. ഓന് ഇടയ്ക്ക് രാവിലെ തന്നെ എണീക്കും, ഇടയ്ക്ക് കുറച്ച് വൈകും, ഇടയ്ക്ക് അതിനേക്കാൾ ലേറ്റ് ആവും കേട്ടോ. രാത്രി കിടക്കുന്ന പോലെ ഉണ്ടാവും. ചില സമയത്ത് എന്ന് വെച്ചാൽ ഓന് ഈവനിങ് ഉറങ്ങിയിട്ട് രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റ് ആവും. അപ്പോഴാണ് രാവിലെ എണീക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ആണെന്നുള്ളത്. ഇന്ന് രാത്രി ഉറങ്ങാൻ വേണ്ടി കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ വെച്ചാൽ 8:30 ആകുമ്പോൾ എണീച്ചിന് കേട്ടോ. എണീക്കുന്നില്ലേ? ചായ കുടിക്കണ്ടേ പൈസക്ക്? ചായ കുടിക്കണ്ടേ? അങ്ങനെ ഇതാ എന്തെല്ലോ പറഞ്ഞ് സോപ്പിംഗ് എല്ലാം ആക്കിയിട്ട് എണീപ്പിച്ചിട്ടുണ്ട്. ഇനി നേരെ പോയിട്ട് ഓനെ ബ്രഷ് ചെയ്യിപ്പിച്ച് ഫ്രഷിലാക്കിയിട്ട് വരാം. അങ്ങനെ ഇതാ ഫ്രഷിലാക്കി ഡ്രസ്സെല്ലാം ഇടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പറയാനുള്ളത് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്നാണിപ്പോൾ വീഡിയോ ഇടാത്തതെന്നെല്ലാം കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിന് കേട്ടോ. പേഴ്സണലി എന്നെ അറിയുന്ന ആൾക്കാർ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും വാട്സപ്പിലെല്ലാം വന്നിട്ട് ചോദിക്കലുണ്ട്, എന്താ വീഡിയോ ഇടാത്തത്, യൂട്യൂബ് നിർത്തിയോ, എന്താ പറ്റിയതെല്ലാം ചോദിച്ചിട്ടുണ്ടായിന്. നിർത്തിയതും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. എന്ന് വെച്ചാൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു. പിന്നെ വെച്ചാൽ ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും കാണുന്നവർക്ക് അറിയായിരിക്കും. ഞാൻ അതിൻ്റെ ഇടയിൽ കുറച്ച് ദിവസം നാട്ടിൽ പോയിട്ടുണ്ടായിന്. അവിടെ ചെറിയൊരു കല്യാണം ഉണ്ടായിന്. അതിൻ്റെ കുറച്ച് തിരക്കെല്ലാം അതിന് കേട്ടോ ഉണ്ടായത്. പിന്നെയെന്ന് വെച്ചാൽ അങ്ങനെ നാട്ടിൽ പോയിട്ട് വീണ്ടും തിരിച്ച് പാലക്കാടേക്ക് തന്നെ വന്നിട്ടാകുമ്പോൾ പിറ്റേ ദിവസം മുതൽ പനിയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് ദിവസം റെസ്റ്റിലായിരുന്നു ഉണ്ടായത്. അപ്പം അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പിന്നെ പറയാം. അപ്പോൾ ഇതാ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവാണ്. അപ്പം പെട്ടെന്നൊരു മുട്ട വെച്ചിട്ട് ഒരു കറി ഞാൻ കാണിച്ചു തരാം. അതിന് വേണ്ടിയിട്ട് ഇതാ ഫസ്റ്റ് തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടിയാൽ അതിലേക്ക് തക്കാളി, ഉള്ളി, 2-3 വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വഴറ്റി വരുമ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെപ്പർ പൗഡർ, ചിക്കൻ മസാല ഇത് ഒരു 4 പൗഡേഴ്സും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു 2 മുട്ടയും കൂടി പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ള ഒരു കറി എന്ന് പറയാൻ പറ്റൂല, ഒരു മുട്ട ബുർജി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും, പക്ഷെ നല്ലൊരു ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതാ മുട്ടയും കൂടി ഒഴിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റിലെ ഒരു മുട്ട ബുർജിയാണ് കേട്ടോ ഇത്. എല്ലാത്തിനും നമുക്ക് നല്ല കോംബോ ആയിട്ട് യൂസ് ആക്കാം. പിന്നെ വെച്ചാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുകയും ചെയ്യും. അപ്പം ഞാനിതാ അപ്പുറത്ത് പത്തിൽ ചുടുന്നുണ്ട്, ഇപ്പുറത്ത് ഈ ഒരു
ഇതും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്രയേ ഉള്ളൂ, പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം, അടിച്ചു വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ പെട്ടെന്നൊരു എഗ്ഗ് ബുർജി റെഡി ആയിട്ടുണ്ട് കേട്ടോ. മോനിക്ക് ഞാൻ ചായയെല്ലാം കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം നേരെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച്, സമയം 9 മണി ആയിട്ടുണ്ട്. ഇനി ലേറ്റ് ആകണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് തന്നെ ഓനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കലാണ് കേട്ടോ. അങ്ങനെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ വെച്ചാൽ പെട്ടെന്നൊരു പനി വന്നു കേട്ടോ. കാരണം വെച്ചാൽ കാലാവസ്ഥ ചേഞ്ച് ആയില്ലേ, ഇപ്പം നമ്മുടെ ചൂടെല്ലാം മാറി ഒരു മഴ തണുപ്പെല്ലാം വന്നില്ലേ, അതിൻ്റേതായിരിക്കാം പെട്ടെന്നൊരു പനി വന്ന്. നാട്ടിൽ നിന്ന് വന്ന പാടും തന്നെ പനിയാണ് കേട്ടോ. അങ്ങനെ പനി വന്ന് 2 ദിവസം കിടന്ന് എനിക്കൊന്ന് പനി പെട്ടെന്ന് മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ വെച്ചാൽ പനിക്ക് ശേഷമുള്ള ഒരു ക്ഷീണം ഉണ്ടല്ലോ, അത് മാറാൻ വേണ്ടി ഭയങ്കര ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും സൗണ്ട് ശരിയായിട്ടില്ല കേട്ടോ. നിങ്ങൾക്കത് കേൾക്കുമ്പം മനസ്സിലാവുമെന്ന് തോന്നുന്നു. പിന്നെ വെച്ചാൽ അങ്ങനെയല്ല കേട്ടോ വീഡിയോ ഇത്ര ലെങ്ത്ത് വന്നതിന്. കാരണം വെച്ചാൽ കയ്യാണ്ട് കിടക്കുമ്പം എന്തായിട്ട് വീഡിയോ ഇടാനോ എടുക്കാനോ ഒന്നിനും പറ്റും കൂടി ചെയ്യില്ല. പിന്നെ മോനും ഇല്ലതല്ല, വേറെ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് വീഡിയോ എടുക്കാനോ റെസിപ്പി ഷൂട്ട് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് വീഡിയോ ഇത്ര ലെങ്ത്ത് വന്നതിന്. പിന്നെ കല്യാണ വീഡിയോ നേരത്തെ പറഞ്ഞ പോലെ കല്യാണം ഉണ്ടായിനെന്ന് പറഞ്ഞിട്ടില്ല, അതിൻ്റെ വീഡിയോ എന്താ എടുക്കാതിനെന്ന് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ കല്യാണത്തിനൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും കഴിയില്ല. കാരണം വെച്ചാൽ മോന് എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും, അപ്പോൾ ഓനെ നോക്കണം. കല്യാണത്തിന് വീഡിയോ എടുത്ത് നടക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം ഇക്കാൻ്റെ വീടിൻ്റെ അടുത്തില്ല, ഇക്കാൻ്റെ റിലേറ്റീവാണ്, ഒരു കല്യാണം ഉണ്ടായിന്. അങ്ങനെ കല്യാണമെല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ പാലക്കാട് തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പനിയെല്ലാം എല്ലാം കഴിഞ്ഞിട്ടാണ് സമാധാനത്തിലൊരു വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പം ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട് എന്താ വീഡിയോ ഇടാത്തതെന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കലുണ്ട്. അപ്പം എല്ലാവർക്കും മറുപടി ആയിട്ട് ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയെല്ലാം കാര്യങ്ങൾ. അങ്ങനെ ഇതാ ഞാനും മോനെല്ലാം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ച് വെറുതെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പം കാര്യമായിട്ട് പണിയൊന്നുമില്ല. ക്ലീനിങ്ങൊക്കെ ഞാൻ രാവിലെ തീർത്തിന് കേട്ടോ. കാരണം മോൻ എണീക്കുന്നതിന് മുമ്പേ ക്ലീനിങ്ങെല്ലാം ചെയ്ത് തീർത്തിട്ടുണ്ടതിന്. പിന്നെ ചോറും കറിയും അതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ സമയം ഒരു 12:30 കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉച്ചക്കത്തെ ബാങ്കെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചോറും കറിയെല്ലാം നേരത്തെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് സോയ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. അപ്പം വലിയ സോയ കേട്ടോ, അത് ചെറുതാക്കിയിട്ട് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ വെച്ചാൽ ഞാൻ ഇതുവരെ ഡേ മൈ ലൈഫ് ഷൂട്ട് ചെയ്തത് ഇക്കില്ല ദിവസമായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു എല്ലാ ഞായറാഴ്ചയായിരുന്നു ഞാൻ ഇതുവരെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായത്. പക്ഷേ വെച്ചാൽ ഇന്ന് ഇക്കില്ലാത്ത ദിവസമാണ് കേട്ടോ. ജോബിന് പോയ സമയത്തായിരുന്നു, ഇക്കില്ലാത്തൊരു ദിവസമായിരുന്നു. ഞാനും മോനും മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ന് വെച്ചാൽ ഫുഡെല്ലാം വെറും തട്ടിക്കൂട്ടി ഫുഡാണ് കേട്ടോ. കാരണം വെച്ചാൽ ഞാനും മോനും മാത്രമല്ലേ ഉള്ളൂ, അപ്പം നമുക്ക് സ്പെഷ്യലൊന്നും വേണ്ട. അപ്പം ഞാൻ ഉച്ചക്ക് കുറച്ച് ചോറും വെച്ച് പരിപ്പ് കറി ഉണ്ടല്ലോ അതും വെച്ച്, പിന്നെ സോയ ഉണ്ടായതുകൊണ്ട് ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിയതാണ് കേട്ടോ. വേറെ പൊരിച്ചതും കരിച്ചതും ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ ഇതാ സോയ സാധാ നമ്മൾ മീനെല്ലാം പൊരിക്കുന്ന പോലെ ഉപ്പും മഞ്ഞൾ പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് മസാല പെരക്കിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതാ കുറച്ച് അലക്കി വെച്ചിട്ടുള്ള ഡ്രസ്സൊന്ന് മടക്കി എടുക്കാനുണ്ട്, അപ്പം അതും കൂടി ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ അങ്ങനെയെല്ലാം കേട്ടോ വിശേഷങ്ങൾ. പിന്നെ വെച്ചാൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ വീഡിയോ
എന്തായിട്ടും ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ എന്തെങ്കിലും ഒന്ന് കമൻറ്റും കൂടി ചെയ്യാട്ടാ. നിങ്ങൾ കമൻറ്റ് വായിക്കുമ്പോഴാണ് നമ്മളെ പോലുള്ളവർക്ക് കുറച്ചും കൂടി യൂട്യൂബ് ചെയ്യാനും അല്ലെങ്കിൽ ഒരു എന്തായിട്ട് റെസിപ്പി വീഡിയോ ആണെങ്കിലും വ്ളോഗാണെങ്കിലും ഡേ മൈ ലൈഫ് ആണെങ്കിലും എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഒരു എനർജി കിട്ടുന്നത് നിങ്ങളെ കമൻറ്റൊക്കെ കാണുമ്പോഴാണ് കേട്ടോ. അപ്പം എന്തായാലും ഒന്ന് കമൻറ്റും കൂടി ചെയ്യാട്ടോ. പിന്നെ വെച്ചാൽ അങ്ങനെ അതെല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. പിന്നെ വെച്ചാൽ പുറത്ത് കഴിയുമ്പോഴത്തേക്ക് ചെറിയൊരു മഴൻ്റെ കോളുണ്ട് കേട്ടോ. പിന്നെ മഴൻ്റെ കാര്യം പറയുമ്പോഴാണ് ഓർമ്മ വന്നത്. കാരണം വെച്ചാൽ ഇപ്പം 2-3 ദിവസമായിട്ട് മഴയില്ല കേട്ടോ. പാലക്കാട് ജില്ലയിൽ മഴ കുറവാണ്. അതിനു മുമ്പ് ഭയങ്കര മഴയായിരുന്നു കേട്ടോ. നല്ല എനിക്കൊന്ന് എല്ലായിടത്തും വെള്ളമെല്ലാം ആയിട്ടുണ്ടാവും, അത്രയും നല്ല മഴ ഒരാഴ്ചയോളം പെയ്തിട്ടുണ്ട്. പിന്നെ വെച്ചാൽ ഇപ്പോൾ 2 ദിവസമായിട്ട് മഴയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. അങ്ങനെ അതെല്ലാം സെറ്റായതിന് ശേഷം ഞാനിത് നമ്മുടെ സോയ ഫ്രൈ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ വെച്ചാൽ നമ്മളെ നാട്ടിൽ ഈ സോയനെ പറയൽ സോയാബീൻ എന്നാണ് കേട്ടോ. ലാസ്റ്റൊരു ബി വെറുതെ കൂട്ടും. അപ്പം സോയ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തിരിയാത്തവരുണ്ടെങ്കിൽ എൻ്റെ നാട്ടിൽ ആരെങ്കിലും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. സോയാബീനാണ് കേട്ടോ, അതിനാണ് സോയ എന്ന് അറിയുന്നത്. അപ്പം ഞാൻ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കലാണ്. ഒന്ന് ഫ്രൈ ചെയ്യുമ്പോൾ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം നല്ലൊരു കറിവേപ്പിലേൻ്റെ ഫ്ലേവറും കൂടി വരുമ്പം നല്ല അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പം കാര്യമായിട്ടൊന്നുമില്ല. ഇനിയിപ്പം സമയം 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് കഴിക്കേണ്ട സമയമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കലാണ്. പിന്നെ വെച്ചാൽ ഞാൻ എല്ലാ ദിവസമൊന്നും ഇതേപോലെ ചോറൊന്നും വെക്കലില്ല കേട്ടോ. കാരണം വെച്ചാൽ ഞാൻ ചോറ് വയ്ക്കൽ കുറവാണ് കേട്ടോ. എനിക്ക് ഈ ചോറ് വലിയ ഇഷ്ടമൊന്നുമില്ല. ഞാൻ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് അതന്നെ കഴിക്കലാണ്. ഇക്കുള്ള സമയത്ത് മാത്രമേ കേട്ടോ ചോറ് വെക്കലുള്ളൂ. പിന്നെ അപ്പം മോനിക്ക് വേണമെങ്കിൽ ഓനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കൊടുക്കും. അല്ലാണ്ട് ഞാൻ ചോറ് വെക്കൽ കുറവാണ്. എപ്പോഴെങ്കിലും ഇതേപോലെ വെക്കും. അഥവാ വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് അങ്ങനെ തന്നെ ബാക്കിയാവും ചെയ്യും. പിന്നെ ഞാനത് നേരെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് അത് തിളപ്പിച്ചിട്ടാണ് പിറ്റേന്ന് കഴിക്കൽ. പക്ഷേ വെച്ചാൽ അങ്ങനെ കഴിച്ചുകൂടാന്ന് കുറേ ആൾ പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. നമ്മളും കഴിച്ചുകൂടാ, പിന്നെ കുട്ടികൾക്ക് തീരെ കൊടുത്തുകൂടാ കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച ചോറ് തിളപ്പിച്ചിട്ട് കൊടുത്തുകൂടാ. അതിന് ശേഷം ഞാൻ ഫുഡ് ആക്കൽ തന്നെ കുറവാണ് കേട്ടോ. അഥവാ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ കുറച്ച് മാത്രം ഉണ്ടാക്കും. പിന്നെ സാധാ നീർദോശയൊക്കെ ചുടുന്നുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം ഇടുന്നതല്ലാണ്ട് ഞാൻ ചോറ് വെക്കൽ കുറവാണ് കേട്ടോ. പിന്നെ ഇന്ന് വീഡിയോയെല്ലാം ചെയ്യുന്നതല്ലേ, ഉച്ചക്കത്തെ ഫുഡെല്ലാം കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇന്ന് ചോറ് വെച്ചതാണ് കേട്ടോ. പിന്നെ വെച്ചാൽ ചോറും പരിപ്പറിയും സോയ ഫ്രൈയും പിന്നെ നല്ല അച്ചാറും ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇക്കാൻ്റെ ഉമ്മ നല്ലതായിട്ട് അച്ചാർ ഉണ്ടാക്കലുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള അച്ചാറായിരുന്നു. അപ്പം നാട്ടിൽ നിന്ന് ഉമ്മ ഉണ്ടാക്കി അച്ചാർ നമ്മൾ കൊണ്ടുവന്നതാണ് കേട്ടോ. ഏകദേശം തീരാനായിട്ടുണ്ട് അച്ചാർ. നല്ല ടേസ്റ്റ്, ഉമ്മ നല്ല ടേസ്റ്റിലുള്ള അച്ചാറാക്കും കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇനി മോനെ കുറച്ച് സമയം ഉറക്കാൻ വേണ്ടി നോക്കലാണ് കേട്ടോ. അങ്ങനെ ഉറങ്ങാൻ കിടന്ന സമയത്താണ് ചെറുതായിട്ട് മഴ പെയ്യുന്ന പോലെ കണ്ടത് കേട്ടോ. നമ്മൾ രണ്ടാളും ഒന്ന് ശരിക്കും ഒന്ന് മഴ കാണാമെന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോഴത്തേക്കും മഴ പോയിട്ടുണ്ടായിന് കേട്ടോ. വെറുതെ ഒരു പേരിനെ വന്നിട്ട് പോയ പോലെ ഉണ്ടായിന് മഴ. പിന്നെ ചെറുതായിട്ട് പെയ്തതേ ഉള്ളൂ. അപ്പോൾ മഴയെല്ലാം പോയ സ്ഥിതിക്ക് വീണ്ടും തിരിച്ച് റൂമിലേക്ക് തന്നെ പോയിട്ട് മോനെ ഉറക്കലാണ് കേട്ടോ. ഫ്രഷ് ആക്കിയിട്ടൊന്നുമില്ല, ഉറങ്ങി എണീച്ചിട്ട് ഫ്രഷ് ആക്കാൻ വിചാരിച്ചിട്ട് കൊണ്ടുപോയി ഉറക്കലാന്ന്. അങ്ങനെ മോന് ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് കുറച്ച് സമയം അവൻ്റെ കൂടെ കിടന്നിട്ട് ഞാനും ഉറങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ രണ്ടാളും കൂടി ഉറങ്ങിയിട്ടാ. അങ്ങനെ ചെറിയൊരു ഉച്ചമയക്കെല്ലാം കഴിഞ്ഞിട്ട് എണീച്ചിട്ടുണ്ട്. സമയം ഒരു 5 മണിയാവാനായിട്ടുണ്ട്. ഇനിയിപ്പം ചായ ഉണ്ടാക്കണം. ഇക്ക വരാൻ വേണ്ടിയിട്ട് ടൈമായിട്ടുണ്ട്.
നേരെ കിച്ചണിലോട്ട് വന്നിട്ട് ചായ വെക്കലാണ്. അതിൻ്റെ ഇടയ്ക്ക് മോന് എണീച്ചിട്ടുണ്ടായിന് കേട്ടോ. ഞാൻ എണീക്കുമ്പോൾ തന്നെ എണീച്ചിട്ടുണ്ടായിന്. അങ്ങനെ ഇതാ ഓനെ ഒന്ന് ഫ്രഷാക്കി അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഇനി ഓനിക്ക് ചായ കൊടുക്കണം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ചായ ഉണ്ടാക്കലാണ്. പിന്നെ വെച്ചാൽ ഇന്ന് ചായക്ക് സ്പെഷ്യലൊന്നും ആക്കിയിട്ടില്ല കേട്ടോ. ഇക്ക വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ ഇതാ ഇക്ക വന്നിട്ടുണ്ട്. ഇക്കൊരു 5 മണിയാകുമ്പോൾ എത്തിയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ വെച്ചാൽ ഒരു ഫുൾ ഡേ ഷൂട്ട് ചെയ്തുകൊണ്ട് കുറച്ച് വീഡിയോ ലെങ്ത് ഉണ്ടാവും. അപ്പം ഞാൻ മാക്സിമം വീഡിയോയിൽ ഷോർട്ടാക്കിയിട്ടുണ്ട്. പക്ഷേ വെച്ചാൽ മുഴുവനായിട്ട് ഷോർട്ടാക്കാൻ പറ്റൂലല്ലോ, അതുകൊണ്ട് കുറച്ച് ലെങ്ത് ഉണ്ടാവും കേട്ടോ. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാം കേട്ടോ. അങ്ങനെ ഇതൊക്കെ വരുമ്പം മുളക് ബജിയും മുട്ട ബജിയും എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിന്. അപ്പം ആ സമയത്തേക്ക് ഞാൻ ചായ റെഡിയാക്കിയിട്ടുണ്ടായിന് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ചായ കുടിക്കാം. ഇടയ്ക്ക് എന്തെങ്കിലും ചായക്ക് എന്തെങ്കിലും കടിയിലാക്കലുണ്ട്. ഇന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. ഇന്നൊക്കെ വരുമ്പം കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ അങ്ങനെ മുട്ട ബജിയും മുളക് ബജിയും ഉണ്ടായിട്ടുണ്ടായിന്. പിന്നെ എല്ലാ വീട്ടിലുണ്ടാകുന്ന പോലെ നമ്മുടെ സാധാ ബേക്കറി ഐറ്റംസില്ലേ, അതും ഉണ്ടായിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ ചായ കുടിക്കലാണ്. അങ്ങനെ ചായ എല്ലാം കുടിച്ചിട്ട് പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതാ രാത്രി ഒരു 7:30 7:45 ഞാൻ പിന്നെ കിച്ചണിലേക്ക് കയറിയിട്ടുള്ളത് കേട്ടോ. ഇക്ക വരുമ്പം ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ടായിന്. അങ്ങനെ നല്ല ചിക്കൻ കറിയും ദോശയാണ് കേട്ടോ ഇന്ന് രാത്രി. അപ്പം എല്ലാം ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ വെച്ചാൽ ഞാൻ റെസിപ്പി ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും കാണിച്ചിട്ടില്ല. കാരണം എല്ലാ വീഡിയോസിലും എനിക്ക് തോന്നുന്നു ഞാൻ അധികമായിട്ടും ഫുഡ് ഉണ്ടാക്കുന്നതാന്ന് തോന്നുന്നു കാണിക്കൽ. അപ്പം പിന്നെ എപ്പോഴും അതന്നെ കാണിച്ചിട്ട് നിങ്ങൾക്ക് മടുപ്പിക്കേണ്ട വിചാരിച്ച് അതുകൊണ്ട് ഫുഡ് ആക്കുന്നത് ഞാൻ അധികം ഈ വീഡിയോയിൽ കൊടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ ഇതാ ഒരു 8 മണി 8:15 ആയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കലാണ്. മാക്സിമം രാത്രിത്തെ ഫുഡ് നേരത്തെ തന്നെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ എപ്പോഴും 8:30-ക്കുള്ളിൽ എന്തായിട്ടും കഴിക്കലുണ്ട്. കിടക്കുന്ന ഒരു 10 മണിയെല്ലാം ആവുമെങ്കിലും ഫുഡ് 8:30-ൻ്റെ ഉള്ളിൽ എന്തായിട്ടും കഴിയലുണ്ട് കേട്ടോ. അപ്പോൾ മോന് നമ്മളെ കൂടെ തന്നെ ഇരുത്തിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. കുറച്ച് പാത്രങ്ങളെല്ലാം കഴുകുക, കിച്ചൺ ഒന്ന് സെറ്റാക്കി വെക്കുക, അതെല്ലാം കേട്ടോ ഇനി മെയിനായിട്ടുള്ള പണിയെന്ന് വെച്ചാൽ. അപ്പം അതെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ രാവിലെ എണീറ്റത് മുതൽ രാത്രി കിടക്കുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്ത്തും ഉണ്ടാവും. അതുകൊണ്ട് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മാക്സിമം ഫുള്ളായിട്ട് തന്നെ കാണാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഇതാ എൻ്റെ പണികളെല്ലാം നടക്കുന്നുണ്ട്. കിച്ചണെല്ലാം ഒതുക്കി വെച്ച് ക്ലീൻ ആക്കിയതിന് ശേഷം ലൈറ്റെല്ലാം ഓഫാക്കിയിട്ട് കീഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഞാനും മോനെല്ലാം ഫ്രഷ് ആയിട്ടൊന്ന് പോയിട്ട് കിടക്കലാണ്. അപ്പം രാത്രി 10:30 ആ ഒരു ടൈമാവും കേട്ടോ എപ്പോഴും കിടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാമാണ് എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. എല്ലാ ദിവസവും ഒരുപോലെ ആവണമെന്നില്ല, ഇടയ്ക്ക് ചില മാറ്റങ്ങളെല്ലാം ഉണ്ടാവും. അപ്പം ഇതൊക്കെ തന്നെയാണ് കേട്ടോ വിശേഷങ്ങൾ. അപ്പം വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്തായിട്ട് ലൈക്കും കൂടി ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.